ഇനി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ആരും പറയാൻ പാടില്ല. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. ഇതിലും സിമ്പിളായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ഉള്ളി വഴറ്റേണ്ട, ചിക്കൻ പൊരിക്കേണ്ട, അതൊന്നും ചെയ്യാതെ തന്നെ നല്ല അടിപൊളി ഒരു ചിക്കൻ ദം ബിരിയാണി. എൻ്റെ ഉമ്മേൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഞാൻ നിങ്ങൾക്കൂടി ഒന്ന് പറഞ്ഞു തരാം. ബിരിയാണി കഴിക്കാൻ കൊതി തോന്നുമ്പോൾ ഒരു 10 മിനിറ്റിൽ ഇത് റെഡിയാക്കി എടുക്കാം. വിരുന്നുകാരൊക്കെ വരുമ്പോൾ ദാന്ന് പറയുമ്പോഴേക്കും ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. ഭയങ്കര ടേസ്റ്റിയുമായിട്ടുള്ള ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഞാനിതവിടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ അരി എടുത്തിട്ടുണ്ട്. 1 കിലോ അരി നന്നായിട്ട് കഴുകിയിട്ട് നമ്മളിതാ സ്ട്രെയിനറിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. ഒരു 3 തവണ നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളം തെളിഞ്ഞ് വരണം കേട്ടോ, അല്ലെങ്കിൽ ചോറ് ഒരു ഒട്ടിപ്പിടിക്കലാണ്. നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഞാൻ എത്രത്തോളം പെർഫെക്റ്റ് ആണ് എൻ്റെ ചോറ് എന്നുള്ളത്. അപ്പം അതാ നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഉള്ളി വഴറ്റി ഒന്നും സമയം കളയണ്ട. ഇതാ ചിക്കൻ ഇതുപോലെ കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഉള്ളി കട്ട് ചെയ്തിട്ട് ഇതുപോലെ നല്ല നേരിയതായിട്ട് കട്ട് ചെയ്യണേ. അതും കൂടെ ആ ചിക്കനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ചതച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് ഇഞ്ചി വെളുത്തുള്ളി കുറച്ചെടുത്താൽ മതി കേട്ടോ. ഒരു 5-10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ മീഡിയം കഷ്ണം ഇഞ്ചി, അതൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 പച്ചമുളകും അതൊക്കെ ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 മീഡിയം സൈസ് തക്കാളിയും അരിഞ്ഞ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. വെറും ഒരു വിസിൽ മാത്രം മതി. ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ വേവിക്കാൻ പോകുന്നത്. ആ ഉള്ളിയിലെയും തക്കാളിയിലെയും ചിക്കനിലെയും വെള്ളം ഇറങ്ങിയിട്ട് വേണം ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഒരിത്തിരി ഓയിൽ കൂടി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, വിട്ടുപോയതാണ്. ഓയിലോ വെളിച്ചെണ്ണയോ ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് അത് നമുക്ക് ഒരൊറ്റ വിസിൽ അടുപ്പിച്ച് എടുക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് പൊടികളൊക്കെ ആ മസാല തയ്യാറാക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അതാ ഒരു വിസിൽ അടുപ്പിച്ചതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ബാക്കി സെറ്റ് ചെയ്തിട്ട് ചോറൊക്കെ ഇതിൽ ദമ്മിട്ടെടുക്കാനുള്ളതാണ്. ഇനി അതവിടെ നിൽക്കട്ടെ, നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ ആക്കുന്നത്. ഈ പറയുന്ന അതേ സ്പീഡിൽ തന്നെ ഇത് കഴിയൂട്ടോ. നമുക്ക് ആകെ 10 മിനിറ്റ് സമയം മതി, ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പം അതാ ഞാൻ കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 കിലോന് ഞാൻ 100 മില്ലി ഓയിലായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഞാൻ സൺഫ്ലവറും വെളിച്ചെണ്ണയും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഒഴിച്ചത്. എന്നിട്ട് അതിലേക്ക് സ്പൈസസ് ആയിട്ട് നിങ്ങൾ കണ്ടല്ലോ, വലിയ ജീരകമുണ്ട്, അതുപോലെ 3-4 ഏലക്കായ, പട്ട, ഗ്രാമ്പു ഇതെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ക്യാരറ്റും ഉള്ളിയും ഇതുപോലെ അരിഞ്ഞതും കൂടെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാലേ ഈ ചോറിന് നല്ലൊരു മയം കിട്ടും, നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ കൂടെ ചേർത്തത്. ഇനി നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അരി എടുത്ത പാത്രത്തിന് 1.25 പാത്രം വെള്ളമാണ് കേട്ടോ എടുത്തത്. ഞാൻ പറഞ്ഞല്ലോ ഓരോ അരിക്ക് ഓരോരോ വേവായിരിക്കും. ഞാനിപ്പോൾ കോല റൈസാണ് എടുത്തത്. ഇതിന് ഈ ഒരു അളവ് മതി. ചില അരിക്ക് 2 കപ്പ് തന്നെ ഒഴിക്കേണ്ടി വരും, ചിലതിന് 1.5 മതിയാവും കേട്ടോ. ഇതിന് 1.25 കപ്പാണ് റെഡി. എന്നിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, എന്നാലേ വെന്ത് വരുമ്പോൾ അത് കറക്റ്റായി കിട്ടുള്ളൂ. അതവിടെ 2 വിസിലടിക്കട്ടെ. അപ്പോഴേക്കും നമുക്കിവിടെ മസാല സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടാണല്ലോ വേവിച്ചിരുന്നത്. ഇനി ഇതിലേക്ക് ഇത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചിട്ട് ബാക്കി പൊടികളും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതാ ഒരു 1/4 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല, അതായത് ബിരിയാണി മസാലയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൊടികളാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പൊരിക്കാതെ വെക്കുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇത് ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. എന്നാൽ ഞാൻ പറഞ്ഞു തരികയാണ്, നമ്മൾ പൊരിച്ച് വെക്കുന്നതിനേക്കാൾ ഇരട്ടി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബിരിയാണിക്ക്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 1/2 മുറി നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ലായിരുന്നല്ലോ. ഇപ്പം അതാ കണ്ടില്ലേ, ഉള്ളിന്നും തക്കാളിന്നും ചിക്കനൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് നല്ലൊരു കുഴമ്പ് രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ വെക്കുന്നത് കാരണം നമുക്ക് ഒന്നുകൂടെ ഹെൽത്തി ആയിരിക്കും ഈ ബിരിയാണി. പക്ഷേ പൊരിച്ച് വെക്കുന്നതിനേക്കാൾ ടേസ്റ്റും ഉണ്ടാവും ഇതെല്ലാം കൂടെ ഒന്നിച്ച് വെന്ത് വരുന്ന സമയത്ത്. ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ, വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്.
അപ്പോഴേക്കും നമ്മൾ ചോറും വിടായിട്ടുണ്ട് കേട്ടോ. 2 വിസിലടിച്ച് ഞാൻ കുക്കർ ഒന്ന് അവിടെ 5 മിനിറ്റ് വെച്ച് തുറന്ന് നോക്കിയതിന് ശേഷം കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ചോറ് നല്ല പൂ പോലായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ എന്ത് രസമാണെന്നറിയോ, നമ്മൾ മസാലയൊന്നും കൂട്ടാതെ കഴിക്കാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ ഒഴിച്ച ഓയിലും ഒക്കെ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ചോറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. അതായത് നമ്മൾ മസാലേൻ്റെ മുകളിലേക്ക് ചെറിയൊരു കഷ്ണം വാഴയില വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ചോറ് അങ്ങനെ കോരി കൊടുക്കാം. അത് നേരിട്ട് ചേർക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അതിലാകെ കൊഴിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് വാഴയിലേക്ക് 1-2 ഇങ്ങനെ ഒന്ന് കീറി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ അതിൻ്റെ ആ മസാല ഇതിലേക്ക് പിടിക്കുകയും ചെയ്തോളൂ. എന്നിട്ടത് ആ ചോറ് മുഴുവനായിട്ട് നമ്മൾ അതിലേക്ക് അങ്ങിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഉമ്മ പണ്ട് മുതലേ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ വിരുന്നാർ വന്ന് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. ഒരു മാജിക് ബിരിയാണി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും നല്ല ടേസ്റ്റിലാട്ടോ ഉമ്മ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, വിരുന്നാരൊക്കെ വരുമ്പോൾ പറയൂട്ടോ അമ്മായി ആ ബിരിയാണി ഉണ്ടാക്കി വെക്കണേന്ന്, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മൾ ലാസ്റ്റ് ഫൈനലായിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില, മല്ലിയില, അതുപോലെ ക്യാരറ്റ്, പച്ചമുളക് ഇതൊക്കെ വെറുതെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ലാസ്റ്റായിട്ട് സ്റ്റെപ്പ്, നമ്മൾ ഈ ഒരു ദമ്മിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് ഗ്യാസ് അടുപ്പിലേക്ക് വെക്കണം. എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ആ ആവി ഒന്ന് മുകളിലേക്ക് കയറിയിട്ട് ആ ചോറിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ദമ്മ് പൊട്ടിക്കുകയാണ് കേട്ടോ. അത് ദമ്മ് പൊട്ടിക്കുമ്പോൾ എന്താ മണം എന്നറിയോ? നിങ്ങളിത് ഒരു വട്ടം ഞാൻ വെറുതെ പറയുന്നതല്ല, എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കൂ. കുട്ടികളൊക്കെ ബിരിയാണി വേണമെന്ന് പറയുമ്പോൾ, ആദ്യമൊക്കെ ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര പണിയായിരുന്നു കേട്ടോ. ബിരിയാണി ഉണ്ടാക്കുക ഒരു ഒരുക്കപ്പാടും. പക്ഷേ ഇത് നിങ്ങൾ കണ്ടോ, ഒരു കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള സാധനം മാത്രമേ നമുക്കിതിൽ വന്നിട്ടുള്ളൂ. അധികം ഓവറായിട്ട് സാധനങ്ങളോ അധികം ചിലവോ ഒന്നും ഇതിനില്ല. അത്രയ്ക്കും നല്ലൊരു ബിരിയാണി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഉണ്ടാക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇതുപോലെ നല്ല നല്ല ചിക്കൻ്റെ റെസിപ്പികൾ ഇനിയും നമുക്ക് ചാനലിൽ വരാനുണ്ട്. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് വരുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.